നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ട് ആരെങ്കിലും മോഷ്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടുന്ന ആൾ ആദ്യം ചെയ്യുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോൺ കയ്യിൽ കിട്ടിയ ആൾക്ക് കൃത്യമായിട്ടത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ആരെങ്കിലും ഫോൺ എടുത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ശബ്ദം കേൾക്കുകയും ആ ഫോൺ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ നമുക്കൊരു പ്രത്യേക ലോക്കിട്ട് പൂട്ടാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടും പോകില്ല, നമ്മുടെ ഫോൺ അവിടെ തന്നെ കാണിക്കും. ഉടനെ നമുക്കത് മറ്റൊരാളുടെ ഫോൺ വാങ്ങി കോൾ ചെയ്താൽ ആ ഫോൺ റിങ് ചെയ്യും, നമുക്ക് കണ്ടെത്താനും അത് കൈവശപ്പെടുത്താനൊക്കെ സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സാണ്. ഒരു ആപ്പും വേണ്ട, ഫോണിൽ തന്നെ അത്ര സെറ്റിങ്സുകളുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ സെറ്റിങ്സ് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ചധികം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം റിക്വയർ പാസ്വേഡ് ടു പവർ ഓഫ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ചില ഫോണിനകത്ത് ലോക്ക് ഡൗൺ എന്നുള്ളൊരു ഫീച്ചറായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ സെറ്റിങ്സിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും മുകളിൽ, ഏറ്റവും മുകളിൽ. അവിടെ നിങ്ങൾ ജസ്റ്റ് ലോക്ക് ഡൗൺ എന്നതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചില റെഡ്മി ഫോണുകളിലൊക്കെ ലോക്ക് ഡൗൺ എന്നുള്ള പേരിലാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ അത് ഇതുപോലെ ലോക്ക് ഡൗൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എനേബിൾ ചെയ്ത് കൊടുത്താൽ സംഭവിക്കുന്നത് നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കൂടെ അവർക്ക് കിട്ടിയാൽ മാത്രമേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് നമ്മുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സഹായം കൂടെ വേണം. അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഉടനെ അത് കിട്ടിയ ആൾ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കുകയും കൃത്യസമയത്ത് തന്നെ അത് നമുക്ക് കോൾ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.